പത്മനാഭപുരം കൊട്ടാരം കേരളീയ വാസ്തുശൈലിയുടെ ഉത്തമ മാതൃക. ഭാരതത്തിലെ അത്യത്ഭുതമായ വാസ്തുശൈലിയുടെ മകുട ഉദാഹരണമാണ് പത്മനാഭപുരം കൊട്ടാരം. കിഴക്ക് പശ്ചിമഘട്ട മലനിരകളിലെ വേളിമലയുടെ താഴ്വാരത്തിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 58 കിലോമീറ്റർ തെക്കും കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ വടക്കും മാറി തക്കലയ്ക്ക് സമീപം കൽക്കുളം അഥവാ പത്മനാഭപുരത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുവർഷം 1800 വരെ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം പറയുമ്പോൾ പിൽക്കാലത്ത് തിരുവിതാംകൂർ എന്ന് അറിയപ്പെട്ട വേണാടിൻ്റെ ചരിത്രം കൂടി പറയേണ്ടി വരും. വേണാട് രാജവംശത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങളും വാദഗതികളും ചരിത്രകാരന്മാർക്കിടയിൽ നിലവിലുണ്ട്. കൊല്ലവർഷാരംഭത്തിൽ കൊല്ലമായിരുന്നു വേണാടിൻ്റെ രാജധാനി. രാജധാനി എന്നാണ് കൽക്കുളത്തേക്ക് മാറ്റിയത് എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇല്ല. 15-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ യുവരാജാവായ തൃപ്പാപ്പൂർ മൂപ്പൻ തിരുവിതാംകോട്ട് ഒരു കൊട്ടാരം പണിയിച്ച് അങ്ങോട്ടേക്ക് താമസം മാറ്റി. കുറേ കാലം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കൽക്കുളത്ത് ദർഭക്കുളങ്ങര കോയിക്കൽ എന്ന പേരിൽ ഒരു കൊട്ടാരം നിർമ്മിച്ച് അവിടെ വാസമുറപ്പിച്ചതായി ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതി എന്നാണുണ്ടായത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ചരിത്രരേഖകളില്ല. ഇതാവാം പിൽക്കാലത്ത് പത്മനാഭപുരം കൊട്ടാരമെന്ന് അറിയപ്പെട്ടത്. ക്രിസ്തുവർഷം 1601 186 ഏക്കർ വിസ്തൃതിയിൽ കൽക്കുളം കോട്ട നിർമ്മിച്ചത്. അതിനും വളരെ മുമ്പ് തന്നെ അവിടെ കൊട്ടാരമുണ്ടായിരുന്നതായി തെളിവുകളുണ്ട്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ഇവിടെ കാര്യമായ നവീകരണങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോഴേക്കും തിരുവിതാംകൂറിൻ്റെ വിസ്തൃതി തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് പെരിയാർ വരെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് 1795 മാറ്റിസ്ഥാപിച്ചത്. 1896 തിരുവിതാംകൂർ ആർക്കിയോളജി വകുപ്പ് സ്ഥാപിതമായി. 1936 പത്മനാഭപുരം കൊട്ടാരം തിരുവിതാംകൂർ ആർക്കിയോളജി വകുപ്പിൻ്റെ ഭാഗമായി മാറി. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകൃതമായപ്പോൾ പത്മനാഭപുരം തമിഴ്നാടിൻ്റെ ഭാഗമായി മാറി. എങ്കിലും പത്മനാഭപുരം കൊട്ടാരവും വസ്തുവകകളും കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ നിലകൊണ്ടു. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിനാണ് ഇപ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ പരിപാലന സംരക്ഷണ ചുമതല. ഏഷ്യയിലെ തന്നെ തടിയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ കൊട്ടാര സൗധത്തിനുള്ളിലെ അത്ഭുത കാഴ്ചകൾ നമുക്കിനി കാണാം. കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടം കടന്നാൽ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് പൂമുഖത്താണ്. 6.5 ഏക്കർ വിസ്തൃതിയുള്ള കൊട്ടാരത്തിനുള്ളിൽ 14 കൊട്ടാര സമുച്ചയങ്ങളാണുള്ളത്. ഈ കൊട്ടാരത്തിൽ 127 മുറികളുണ്ട്. പത്മനാഭപുരം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ കാലഘട്ടം മുതൽ 14 രാജാക്കന്മാർ ഇവിടെ വസിച്ചിരുന്നതായി ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. അതിൽ പ്രമുഖനായ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഈ പൂമുഖത്ത് നിന്നാണ് രാജാക്കന്മാർ അതിഥികളെ സ്വീകരിച്ചിരുന്നത്. ഇതാണ് കുതിരക്കാരൻ വിളക്ക്. ഈ വിളക്കിന് 300 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഈ വിളക്കിന് ഒരു ലോക്കിംഗ് സംവിധാനമുള്ളതിനാൽ ഇത് സാധാരണ തൂക്കുവിളക്കുകൾ പോലെ കാറ്റത്ത് ചുറ്റിത്തിരിയുകയില്ല. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ തടിയിൽ കൊത്തിയ നിരവധി പൂക്കൾ കാണാനാകും.
ഇത് 90 പൂക്കളാണുള്ളത്. 90 പൂക്കളും ഇവിടെ 90 തരത്തിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. കൊട്ടാരത്തിലെ പല ഭാഗങ്ങളിലും കുമ്മായം, മണൽ, വെളിച്ചെണ്ണ, കടുക്ക, നീലാംബരി, മുട്ടയുടെ വെള്ള മുതലായവ ചേർത്ത് നിർമ്മിക്കുന്ന സുർക്കി മിശ്രിതം ചേർത്താണ് നിലമൊരുക്കിയിരിക്കുന്നത്. ഈ കാണുന്ന കരിങ്കൽ കട്ടിൽ മഹാരാജാക്കന്മാർ വേനൽക്കാലത്ത് വിശ്രമിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. 7 ഭാഗങ്ങളായി നിർമ്മിച്ച് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് ഈ കട്ടിൽ. ഇതോടൊപ്പമുള്ള കസേര 18-ാം നൂറ്റാണ്ടിൽ ചൈനക്കാർ രാജാവിന് സമ്മാനിച്ചതാണ്. മഹാരാജാക്കന്മാർക്ക് നാട്ടുപ്രമാണിമാർ ഓണക്കാലങ്ങളിൽ സമ്മാനിച്ച ഓണവില്ലുകളാണ് ഈ കാണുന്നത്. മഹാഗണി തടിയിൽ തീർത്ത വില്ലിൽ പത്മനാഭസ്വാമിയുടെ ചിത്രം പച്ചിലച്ചാറും പഴച്ചാറും ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പൂമുഖത്തിന് എതിർവശത്തായി കാണുന്നതാണ് നടമാളിക. നടമാളികയിലെ കിളിവാതിലിലൂടെ നോക്കിയാൽ പ്രധാന കവാടവും കൊട്ടാരമിറ്റവും കാണാനാകും. ഇനി നമ്മൾ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് മന്ത്രശാലയാണ്. രാജാവും മന്ത്രിമാരും നാട്ടുപ്രമാണികളും ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരുന്ന ഇടമാണ് മന്ത്രശാല. ദൈവത്തെ സാക്ഷി നിർത്തിയാണ് തീരുമാനങ്ങൾ അന്ന് എടുത്തിരുന്നത്. മുകളിലെ തട്ടിൽ തടിയിൽ തീർത്ത 9 പൂക്കളാണുള്ളത്. അതിന് നടുവിൽ ഗജലക്ഷ്മി. താഴത്തെ നിലയിൽ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിലത്തിന് കറുത്ത നിറമാണ്. താഴെ നിലമൊരുക്കാൻ ഉപയോഗിച്ചിരുന്ന സുർക്കി മിശ്രിതത്തോടൊപ്പം ചിരട്ടക്കരിയും കൂടി ഉപയോഗിച്ചാണ് ഇവിടെ നിലമൊരുക്കിയിരുന്നത്. വശങ്ങളിൽ കാണുന്ന അറകളിൽ അക്കാലത്ത് സുഗന്ധദ്രവ്യങ്ങളായ രാമച്ചം, ചന്ദനം, തുളസി മുതലായവ നിറച്ചിരുന്നു. മന്ത്രശാലയിൽ സുഗന്ധവും കുളിർമയും ലഭിക്കുന്നതിനായാണ് അവ ഉപയോഗിച്ചിരുന്നത്. വശങ്ങളിലായി വായുസഞ്ചാരത്തിന് നിരവധി കിളിവാതിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നാം ഊട്ടുപുരയിലേക്കാണ് പോകുന്നത്. 2 നിലകളായാണ് ഊട്ടുപുരകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഒരേ സമയം 2 നിലകളിലായി 2000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്ന കൽത്തൊട്ടികളും ഭരണികളും വെള്ളവും ഭക്ഷണ സാധനങ്ങളും സൂക്ഷിക്കാനായാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് തായ് കൊട്ടാരത്തിലേക്കാണ്. 14 കെട്ടിടങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കൊട്ടാര സമുച്ചയത്തിലെ ആദ്യത്തെ നിർമ്മിതിയാണ് തായ് കൊട്ടാരം അഥവാ അമ്മ കൊട്ടാരം. തായ് കൊട്ടാര നിർമ്മാണ വേളയിൽ വാസ്തുവിദ്യാപ്രകാരം കന്നിമൂലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ചിത്രത്തൂണ് വരിക്കപ്ലാവിൻ്റെ ഒറ്റത്തടിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. തായ് കൊട്ടാരത്തിൻ്റെ നിലം ചുവന്ന നിറത്തിലാണ്. അതിനായി സുർക്കി മിശ്രിതത്തോടൊപ്പം ചെമ്പരത്തി, ഇഷ്ടികപ്പൊടി, മൈലാഞ്ചി, തേക്കിൻ്റെ കുരുനില എന്നിവ ചേർത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കാണുന്ന തട്ട് 63 പൂക്കളാൽ തടിയിൽ കൊത്തി നിർമ്മിച്ചിട്ടുള്ളതാണ്. 6ഉം 3ഉം 9 എന്നത് തിരുവിതാംകൂറിൻ്റെ ഭാഗ്യ അക്കമായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ ഭാഗത്തായിരുന്നു കളമെഴുത്ത് പാട്ടും പൂജയുമൊക്കെ അക്കാലത്ത് നടന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചിത്രത്തൂണിന് സമീപത്തായുള്ള 4 കെട്ടിലാണ്. ഇവിടെ വീഴുന്ന മഴവെള്ളം കൊട്ടാരത്തിനുള്ളിലെ
കുളത്തിലേക്കാണ് ഒഴുകിയിരുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് 4 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ചാരോട് കൊട്ടാരത്തിലേക്ക് ഇവിടെ നിന്നൊരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട്. അക്കാലത്ത് ശത്രുക്കളിൽ നിന്ന് ഒരു രക്ഷാമാർഗമായിട്ടാണ് ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ മണ്ണിടിച്ചിൽ മൂലം ഈ തുരങ്കം ഉപയോഗശൂന്യമായി. ഇപ്പോൾ അത് സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടിരിക്കുകയാണ്. നാലുകെട്ടിൽ നിന്ന് നമ്മൾ ഇടനാഴിയിൽ എത്തിയിരിക്കുകയാണ്. വായുസഞ്ചാരത്തിനായി ധാരാളം കിളിവാതിലുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചുമരുകളിൽ കൽവിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പല ഇടനാഴികകൾ താണ്ടി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഉപരിക മാളികയിലാണ്. ഇത് 4 നിലകളിലായാണ് പണിതീർത്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഖജനാവ്, 2ാമത്തെ നിലയിൽ കിടപ്പുമുറി, 3ാമത്തെ നിലയിൽ ധ്യാനമുറി, ഏറ്റവും മുകളിൽ പൂജാമുറി എന്നിങ്ങനെയാണ് ഉപരിക മാളികയുടെ നിർമ്മിതി. അർത്ഥം, കാമം, ധ്യാനം, മോക്ഷം എന്നീ സങ്കല്പത്തിലാണ് ഉപരിക മാളിക പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയാണ് മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കിടപ്പുമുറി. ഇവിടെ കാണുന്ന സപ്രപഞ്ചക്കട്ടിൽ 64 ആയുർവേദ ഔഷധത്തടികളാൽ നിർമ്മിച്ചിരിക്കുന്നു. ഈ കട്ടിൽ ഡച്ചുകാർ രാജാവിന് സമ്മാനിച്ചതാണ്. കിടപ്പുമുറിയുടെ മേൽത്തട്ട് ഇൻഡോ ചൈനീസ് കൊത്തുപണികളാൽ തടിയിൽ തീർത്തിട്ടുള്ളതാണ്. അമ്മ മഹാറാണിയുടെ കിടപ്പുമുറി രാജാവിൻ്റെ കിടപ്പുമുറിയോട് ചേർന്നാണ്. കിടപ്പുമുറിയിൽ നിന്ന് മുന്നോട്ടുള്ള ഇടനാഴിയിൽ ഇരുവശവും ശൗചാലയങ്ങൾ കാണാം. ഇവിടം കൊട്ടാരത്തിലെ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങാൻ ഉപയോഗിച്ചിരുന്ന മുറിയാണ്. ഈ മുറിയുടെ ഇരുവശങ്ങളിലുമായി ബെൽജിയം ഗ്ലാസിൽ തീർത്ത 2 കണ്ണാടികൾ ചുമരിൻ്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നു. ഈ കണ്ണാടികൾക്ക് 300 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഈ മുറികളിലാണ്. നീളം കൂടിയതും വീതി കുറഞ്ഞതുമായ ഈ മുറികൾക്ക് ജനാലകളില്ല. 2 വാതിലുകൾ മാത്രമേ ഉള്ളൂ. വടക്കേ അറ്റത്ത് ഒരു കാവൽ ഗോപുരം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്ന് നിരീക്ഷിച്ചാൽ സമീപ പ്രദേശത്തെ എല്ലാ ചലനങ്ങളും മനസ്സിലാക്കാനാവും. ഇവിടെ ഉണ്ടായിരുന്ന 10,000-കണക്കിന് യുദ്ധോപകരണങ്ങൾ കേണൽ മെക്കോളയുടെ കൽപ്പന പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം കണ്ടുകെട്ടി. അവശേഷിച്ചിരുന്നവ ഇന്ന് കൊട്ടാരത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് തേരോട്ട മാളിക. ഇവിടെ ഇരുന്നാണ് രാജാവിൻ്റെ അമ്മ, സഹോദരിമാർ, മറ്റ് സ്ത്രീ കുടുംബാംഗങ്ങളും ഉത്സവകാലങ്ങളിൽ തേരോട്ടം വീക്ഷിച്ചിരുന്നത്. അമ്പാരി മുഖപ്പ്. ഇവിടെ ഇരുന്നാണ് മഹാരാജാക്കന്മാർ തേരോട്ടം വീക്ഷിച്ചിരുന്നതും വിശേഷ ദിവസങ്ങളിൽ പ്രജകൾക്ക് ദർശനം നൽകിയിരുന്നതും കൂടാതെ അവരുടെ പരാതികൾ കേട്ടിരുന്നതും. ദാരുശില്പ കലാവൈഭവത്തിൻ്റെ മകുടോദാഹരണമാണ് അമ്പാരി മുഖപ്പ്. അമ്പാരി മുഖപ്പിൽ നിന്ന് മുന്നോട്ടു പോയാൽ രാജകീയ കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്തിരുന്നിടത്ത് എത്തിച്ചേരും. ഇവിടെ ചുമരുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത് 100-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള എണ്ണച്ചായ ചിത്രങ്ങളാണ്. കുളച്ചൽ യുദ്ധം. 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവികത്തലവനായ ഡിലനോയി മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിൽ വസിച്ചിരുന്ന അവസാനത്തെ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തലസ്ഥാനം 1795 തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഇത് ഇന്ദ്രവിലാസം കൊട്ടാരം.
വിദേശ അതിഥികൾക്കായി കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ യൂറോപ്യൻ വാസ്തുശില്പ ശൈലിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള വിശാലമായ സൗധമാണ് ഇന്ദ്രവിലാസം. ഇന്ദ്രവിലാസം കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ നടന്ന് കളപ്പുരയും കടന്ന് അടുക്കളയിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ കൊട്ടാരക്കെട്ടിനുള്ളിലെ വിവിധ സൗധങ്ങളുടെ ചേതോഹരമായ ദൃശ്യഭംഗി ആസ്വദിക്കാനാകും. അതിൽ പ്രധാനമാണ് മണിമാളിക. അക്കാലങ്ങളിൽ മണിമാളികയിൽ നിന്നുള്ള മണിമുഴക്കം 3 കിലോമീറ്ററോളം ദൂരെ കേട്ടിരുന്നത്രേ. നടപ്പാതകൾ പിന്നിട്ടാൽ എത്തിച്ചേരുന്നത് നൃത്തമണ്ഡപത്തിലാണ്. നൃത്തമണ്ഡപം കരിങ്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നവരാത്രി കാലങ്ങളിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറിയിരുന്നു. നൃത്തമണ്ഡപത്തിന് സമീപത്തായി ഒരു സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു. പിൽക്കാലത്ത് ക്ഷേത്രം അവിടെ നിന്ന് മാറ്റപ്പെട്ടു. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യവും അത്ഭുതാവഹവും മനോഹരവുമായ നിർമ്മിതികളും അക്കാലത്തെ വിദഗ്ധരായ ശില്പികളുടെ കഴിവിൻ്റെ സാക്ഷിപത്രമാണ്. കാലാതീതമായി നിലകൊള്ളുന്ന ഈ മനോഹര നിർമ്മിതി പൗരാണിക കേരളത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഈ കൊട്ടാരം ലോകത്തിനു മുന്നിൽ ഭാരതത്തിൻ്റെ അഭിമാനമാണ്.